ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കോഴിക്കോട് ബൈക്ക് നിയന്ത്രണം വിട്ട താഴ്ചയിലേക്ക് മറിഞ്ഞു. അച്ഛനും മകൾക്കും ദാരുണാന്ത്യം. കോഴിക്കോട് വെള്ളിമാടുകുന്നിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞ അച്ഛനും മകൾക്കും ദാരുണാന്ത്യം. 19 വയസ്സുകാരിയായ ഫാത്തിമ നെഹയും പിതാവ് റാഫിയുമാണ് മരിച്ചത്. JDT ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയാണ്. NGO ക്വാർട്ടേഴ്സ് റോഡിൽ വെച്ചാണ് അപകടമുണ്ടായത്. ഇരുവരുടെയും മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ഇവരെ നാട്ടുകൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. ഈ റോഡിൽ അപകടം പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. അപകട സാധ്യതയുള്ള വളവിൽ ഒരു സുരക്ഷാ സംവിധാനവും ഒരുക്കിയിട്ടില്ല. കഴിഞ്ഞ ദിവസം മാത്രമാണ് ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചതെന്നും നാട്ടുകാർ പറഞ്ഞു. ഇറാൻ-US ചർച്ച അവസാനിച്ചു. നിർണായക വിഷയങ്ങളിൽ സമവായമില്ലെന്ന് റിപ്പോർട്ട്. ഒമാനിൽ അമേരിക്കയുമായുള്ള രണ്ടാംഘട്ട പ്രതിനിധി ചർച്ച അവസാനിച്ചതായി ഇറാൻ. ചർച്ചകൾ പ്രതീക്ഷ നൽകുന്നതെന്നും ഇറാന്റെ പ്രതികരണം. അമേരിക്ക ഇറാൻ പ്രതിനിധികളുടെ പരോക്ഷ ചർച്ച ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമാദ് അൽ ബുസൈദിയുടെ മധ്യസ്ഥതയിലാണ് നടന്നത്. ഇരു രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുന്നതിലൂടെ പശ്ചിമേഷ്യയെ ആശങ്കയിലാക്കുന്ന യുദ്ധം ഒഴിവാക്കുകയാണ് ഒമാനിൽ നടക്കുന്ന ചർച്ച ലക്ഷ്യമിട്ടത്. ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഒമാൻ വിദേശകാര്യമന്ത്രി വഴി അഭിപ്രായങ്ങൾ അറിയിച്ചു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ജെറാഡ് കഷ്ണറുമാണ് അമേരിക്കൻ പ്രതിനിധി സംഘത്തിന് നേതൃത്വം നൽകിയത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ നേതൃത്വത്തിലുള്ള ഇറാൻ പ്രതിനിധി സംഘവും ചർച്ചയിൽ പങ്കെടുത്തു. ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമാദ് അൽ ബുസൈദിയുമായി ഇരു നേതാക്കളും ആദ്യ 2 വട്ട ചർച്ചകൾ പൂർത്തിയാക്കിയപ്പോൾ ശുഭപ്രതീക്ഷയുണ്ടെന്ന് ഇറാൻ അറിയിച്ചു. നിലയ്ക്കൽ അന്നദാനത്തിലെ ക്രമക്കേട്. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ സ്വത്തുക്കൾ താൽക്കാലികമായി കണ്ടുകെട്ടി ഇഡി. ശബരിമല നിലയ്ക്കൽ അന്നദാനത്തിലെ ക്രമക്കേടിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ സ്വത്തുക്കൾ താൽക്കാലികമായി കണ്ടുകെട്ടി ഇഡി. ജയപ്രകാശിന്റെയും ഭാര്യയുടെയും പേരിലുള്ള സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. 40.48 ലക്ഷം രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. വ്യാജ ബില്ലുകൾ ചമച്ച് ദേവസ്വം ഫണ്ടിൽ നിന്നും 59.98 ലക്ഷം തട്ടിയെന്നാണ് കേസ്. 2018-19 മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലയളവിലാണ് ക്രമക്കേട് നടന്നത്. അന്നദാന കരാറുകാരന് ബോർഡ് കൊടുക്കേണ്ടിയിരുന്ന 30 ലക്ഷം രൂപയ്ക്ക് പകരം കരാറുകാരനെ സ്വാധീനിച്ച് 1.5 കോടി എഴുതിയെടുക്കുവാനായിരുന്നു ശ്രമം നടത്തിയത്. ദേവസ്വം ബോർഡ് വിജിലൻസും സംസ്ഥാന വിജിലൻസും നടത്തിയ അന്വേഷണത്തിൽ നിലയ്ക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ജയപ്രകാശ്, ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർമാരായ രാജേന്ദ്ര പ്രസാദ്, സുധീഷ് കുമാർ, ജൂനിയർ സൂപ്രണ്ട് വാസുദേവൻ നമ്പൂതിരി എന്നിവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നു. ആളില്ലാത്ത ജാഥ. ബംഗാളികളാണ് LDF ജാഥയിൽ കൂടുതൽ. സതീശന്റെ ജാഥ തിരുവനന്തപുരത്ത് പുതുയുഗം പിറക്കും. PK കുഞ്ഞാലിക്കുട്ടി. VD സതീശന്റെ ജാഥ തിരുവനന്തപുരത്തെത്തുമ്പോൾ പുതുയുഗം പിറക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. സെമി ജയിച്ച ടീമിനെ കാണുവാൻ വൻ ജനമുണ്ട്. ജനങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളെ കാണുവാൻ ഒരുപാട് ആളുകൾ ഇവിടെ തടിച്ചുകൂടി. നിരാശപ്പെടേണ്ടി വരില്ല. കപ്പും കൊണ്ട് UDF പോകും. അതിന് ഞങ്ങൾ കൂടെയുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. LDF ജാഥയെ പരിഹസിച്ച് കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തി. ഇതിനു മുൻപ് ഒരു ജാഥ കണ്ടു. ആളില്ലാത്ത ജാഥ. ബംഗാളികളാണ് ജാഥയിൽ കൂടുതൽ. ബംഗാളിൽ നിന്നും വന്നവരാണ് ജാഥയിൽ കാണുവാൻ സാധിച്ചത്. ആളില്ലാത്ത ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നു. അപ്പന്റെ സ്വർണം കട്ടവരെ വെറുതെ വിടില്ലെന്നും PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഇറാൻ അമേരിക്ക ആണവ ചർച്ച. ആദ്യ 2 വട്ട ചർച്ചകൾ പൂർത്തിയായി. ഒമാനിൽ ഇറാൻ അമേരിക്ക ആണവ ചർച്ച തുടരുന്നു. ആദ്യ 2 വട്ട ചർച്ചകൾ പൂർത്തിയായി. ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമാദ് അൽ ബുസൈദിയുമായി ഇരു നേതാക്കളും ആദ്യ 2 വട്ട ചർച്ചകൾ പൂർത്തിയാക്കി. അമേരിക്ക ഇറാൻ പ്രതിനിധികളുടെ ചർച്ച ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമാദ് അൽ ബുസൈദിയുടെ മധ്യസ്ഥതയിൽ. ഇരു രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുന്നതിലൂടെ പശ്ചിമേഷ്യയെ ആശങ്കയിലാക്കുന്ന യുദ്ധം ഒഴിവാക്കുകയാണ് ഒമാനിൽ നടക്കുന്ന ചർച്ചയുടെ ലക്ഷ്യം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ജെറാഡ് കഷ്ണറുമാണ് അമേരിക്കൻ പ്രതിനിധി സംഘത്തിന് നേതൃത്വം നൽകുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ നേതൃത്വത്തിലുള്ള ഇറാൻ പ്രതിനിധി സംഘവും ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആണവ ചർച്ചയ്ക്കപ്പുറം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും തീവ്രവാദ സംഘടനകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണയും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭവും ചർച്ചയായേക്കുമെന്ന് അമേരിക്ക അറിയിച്ചിരുന്നു. എന്നാൽ ഇറാൻ വിയോജിപ്പ് അറിയിച്ചു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്. ശ്രേഷ്ഠം സമ്പുഷ്ടം. യുവതാരനിരയുമായി മിഡിൽ ക്ലാസ് മാത്തുക്കുട്ടി. പൂജാകർമ്മം കൊച്ചിയിൽ നടന്നു.
യുവതാരനിരയുടെ ചിത്രം മിഡിൽ ക്ലാസ് മാത്തുക്കുട്ടിയുടെ പൂജ കൊച്ചിയിൽ നടന്നു. ജെന്റൽ വുമൺ എന്ന ശ്രദ്ധേയമായ തമിഴ് ചിത്രത്തിന് ശേഷം കോമള ഹരി പിക്ചേഴ്സിന്റെ ബാനറിൽ കോമള ഹരി, ഹരി ഭാസ്കരൻ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന മലയാള ചിത്രം മിഡിൽ ക്ലാസ് മാത്തുക്കുട്ടിയുടെ പൂജ ചടങ്ങുകൾ അഞ്ചുമന ദേവി ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. പടക്കളം എന്ന ഹിറ്റ് ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ അരുൺ പ്രദീപ്, സുബിൻ ടാഴ്സൺ എന്നീ യുവതാരങ്ങളെ പ്രധാന കഥാപാത്രങ്ങളാക്കി മിഥുൻ ജ്യോതി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന റൊമാന്റിക് കോമഡി ചിത്രമാണ് മിഡിൽ ക്ലാസ് മാത്തുക്കുട്ടി. 2024 നവംബറിൽ OTT റിലീസായ 18+ ആയിരുന്നു മിഥുന്റെ ആദ്യ ചിത്രം. ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നതും സംവിധായകൻ തന്നെയാണ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.